എന്തിനായിരുന്നു അന്ന് ആ കോൾ റെക്കോർഡ്സ് ഒക്കെ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കല്യാണങ്ങളും ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും തോന്നും എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അവർ നയിച്ചുകൊണ്ട് പോകുന്നതെന്ന്. പക്ഷെ പൊടുന്നനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കാനിടയാവും അവർ വേർപിരിഞ്ഞു എന്ന്. ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചിലരെങ്കിലും ഡിവോഴ്സായി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി എന്ന് നമ്മൾ അറിയുന്ന നിമിഷം ചെറിയൊരു സമാധാനം തോന്നാറുണ്ട്. അയ്യോ, അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത്, എത്രയോ നല്ലതാണ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കുഞ്ഞാറ്റ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന ഇച്ചായ എന്ന് പറയുന്ന ആ വ്യക്തികൾ സെപ്പറേറ്റ് ആയ സമയത്ത് സത്യം പറയാൽ ഒരു ദീർഘനിശ്വാസവും ഒരു സമാധാനവും തോന്നി. കാരണം ഒരാൾ മാത്രം സ്ട്രഗിൾ ചെയ്ത് മറ്റൊരാൾക്ക് ജീവിതത്തോട് യാതൊരു വാല്യൂവും ഇല്ലാതെ നിൽക്കുന്നത് നമ്മളിങ്ങനെ കാണുമ്പോൾ, റിയാലിറ്റി കണ്ട് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിലും ഭേദം സെപ്പറേറ്റ് ആവുന്നതാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്കാണ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പോകുന്നതെങ്കിലും ആ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളിൻ്റെ ഒരു പകുതിയുടെ പകുതി പോലും ഒരാൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കാറുണ്ട് പല ഡിവോഴ്സ് വാർത്തകൾ കേൾക്കുമ്പോഴും. പക്ഷേ അതിൽ കൂടുതലായിട്ട് മറ്റു ചിലർ വേർപിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കടം തോന്നിയ ഒരു വാർത്തയാണ് മല്ലു ഫാമിലിയിലെ സുജിനും നിതയും വേർപിരിഞ്ഞു, സെപ്പറേറ്റ് ആണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു കൺഫർമേഷൻ പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. സങ്കടം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഒരു ജീവിതത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. ബ്രേക്കപ്പ് ആവുക, പാച്ചപ്പ് ആവുക എന്നുള്ളൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് ഇവരെ കാണുന്ന അവരുടെ സ്ഥിരം പ്രേക്ഷകർക്കിടയിൽ ഇവരൊന്ന് സെപ്പറേറ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ വീണ്ടും പാച്ചപ്പ് ആകും എന്നൊരു ചിന്തയാണ്. അതിനപ്പുറത്തേക്ക് ഇവർ എന്നേക്കുമായി സെപ്പറേറ്റ് ആകും എന്ന് ഇവരുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ആസ്വദിച്ച് കണ്ട ഒരു ഫാമിലി വ്ലോഗായിരുന്നു മല്ലു ഫാമിലി. അത് കാറ്റഗറൈസ് ചെയ്യാതെ എല്ലാ ഗണത്തിലും പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒരുപോലെ ഇവരുടെ വീഡിയോ കണ്ടു. ഇവരുടെ ലൈഫ് സ്റ്റൈലിന് എന്താണ് ഇത്രമാത്രം പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം താഴെ നിന്ന് അവരിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നുയർന്നു വരുന്നത് നമ്മൾ കണ്ടു. അതായത് വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു ഫാമിലിയാണ് മല്ലു ഫാമിലി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ബ്രേക്കപ്പ് ആകും, പാച്ചപ്പ് ആകും. ഇതിൻ്റെ ഒരു അതായത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്തി, നേരത്തെ പറഞ്ഞ പോലെ ഇച്ചാപ്പി അല്ലല്ലോ, കുഞ്ഞാറ്റ ഇച്ചായനും സെപ്പറേറ്റ്, ദൈവമേ ഇച്ചാപ്പി എന്നൊക്കെ വായിൽ വന്നു. കുഞ്ഞാറ്റ ഇച്ചായനും തമ്മിൽ ഡിവോഴ്സ് ആയ സമയത്ത് നമുക്ക് ഒരാളെ ചേർത്ത് നിർത്തുകയും ഒരാളെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് നമുക്ക് ഒരാളെ പോലും നമുക്ക് കുറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ പറ്റുകയില്ല. മല്ലു ഫാമിലിയിലെ സുജിനെ സംബന്ധിച്ച് വളരെ പക്വതയോടുകൂടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി പല സമയങ്ങളിലും ഇദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിതയെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് സഫർ ചെയ്ത് ജീവിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ താൻ സ്നേഹിച്ച ആ ഭർത്താവിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഏത് രീതിയിൽ നിൽക്കാനും ആ പെൺകുട്ടി സന്നദ്ധയായിരുന്നു എന്ന് പലപ്പോഴും അവളുടെ വ്ലോഗ്സ് കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. അവളുടെ ഇൻസ്റ്റഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രൊമോഷൻ റീൽസൊക്കെ ആണെങ്കിൽ കൂടി പലയിടത്തും ചിലയിടത്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും വളരെ ആത്മാർത്ഥമായ ജീവിതത്തെ കാണുന്ന, വളരെ സത്യസന്ധമായ ജീവിതത്തോട് നോക്കി കാണുന്ന രണ്ട് വ്യക്തികൾ. പക്ഷേ ഇവർ വേർപിരിയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് നിത എന്ന് പറയുന്ന പെൺകുട്ടി. അവളുടെ അച്ഛൻ പ്രവാസിയാണ്. എല്ലാ പ്രവാസികളും സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാരാബ്ദങ്ങൾ ഉണ്ട്. എങ്കിലും ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സുജിന്റെ ഫാമിലിയെ അപേക്ഷിച്ച് സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അവൾ. അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. സുജിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ് ഒഴിവാക്കലുകൾ ഒക്കെ കണ്ട് ഇല്ലായ്മകൾ കണ്ട് വളർന്ന് എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തിയ ഒരു വ്യക്തിയാണ് സുജൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കേസിൽ നമുക്ക് ആരെയും ഒഴിവാക്കാനോ ആരെയും ചേർത്ത് നിർത്താനോ പറ്റുകയില്ല. ഇവർക്ക് ഒരു പരിധി വിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശ ശരത്തിന്റെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, സക്സസ്ഫുൾ ആയിട്ടൊരു കുടുംബജീവിതത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും ആണെന്ന്. ഒരിക്കലും അല്ല. ലൈഫ് സ്റ്റൈൽ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ, ലൈഫ് സ്റ്റൈൽ മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കപ്പാസിറ്റി, ഇത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങളിൽ കുറഞ്ഞത് ഒരു 6-7 എണ്ണമെങ്കിലും സിമിലർ ആയിരിക്കണം.
എല്ലാവരും പറയാറുണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരുമിച്ച് ജീവിക്കത്തുള്ളൂ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന്. ഒരിക്കലുമല്ല. അവർ തമ്മിൽ കുറച്ചെങ്കിലും സിമിലർ ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ കുറച്ചായിരിക്കും, പക്ഷെ കൂടുതലും അവർ ഏതെങ്കിലും 1, 2, 3 കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സിമിലർ ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ ആയിരിക്കാം. അത് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം. കാണുന്നവർക്ക് അത് അറിയത്തില്ലല്ലോ. കാണുന്നവർക്ക് ചിലപ്പോൾ ഭർത്താവ് ഭയങ്കര സൈലന്റും ഭാര്യ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവുമായിട്ടൊക്കെ തോന്നും. പക്ഷെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുറമേ കാണുന്നവർ ജഡ്ജ് ചെയ്യുന്നത് പോലെയല്ല, ഞങ്ങൾക്ക് ഒരുപാട് സമാനമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അല്ലാതെ എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ഓപ്പോസിറ്റ് ആയി പോകുന്ന രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി നിർത്താനോ ചേർത്ത് നിർത്താനോ ഒന്നും പറ്റില്ല. എങ്കിലും എനിക്ക് ഇവരുടെ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സുജിനോടായിട്ടൊരു കാര്യം ചോദിക്കണം എന്ന് തോന്നി. ഇങ്ങനെ സെപ്പറേറ്റ് ആകാനായിരുന്നുവെങ്കിൽ, ഇപ്പൊ സെപ്പറേറ്റ് ആകും എന്നൊന്നും ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സുജിൻ അങ്ങനെ ഒരാളല്ല. ഒരാളെ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഇവിടെ ഒഴിവാക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. ബിക്കോസ് അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അച്ഛനില്ലായിരുന്നു, അച്ഛൻ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും പൊടുന്നനെ നിത, കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ആ ഒരു കുടുംബത്തിൽ നിന്ന് പുള്ളി മാറി നിൽക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ സുജിൻ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ സെപ്പറേറ്റ് ആകുമെന്നൊന്നും പുള്ളി ജഡ്ജ് ചെയ്ത് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതോ അല്ല. എങ്കിൽ പോലും എനിക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളത്, സെപ്പറേറ്റ് ആകും എന്ന് എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തപ്പോഴെങ്കിലും ചിന്തിക്കണ്ടായിരുന്നു എന്തിനായിരുന്നു അന്ന് ആ കോൾ റെക്കോർഡ്സ് ഒക്കെ പബ്ലിക് ആക്കിയത്. അതായത് ഈ കുഞ്ഞാറ്റയുടെ എക്സ് ഹസ്ബൻഡ് കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് സുജിൻ മറ്റൊരു പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നതും, ആ സംസാരിക്കുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് സുജിന്റെ വൈഫായിരുന്ന നിതയായിരുന്നു. നിതയും ഈ ഇപ്പോഴത്തെ ഹൈ റേഞ്ച് ഫാമിലിയിലെ ഇച്ചായൻ എന്ന് പറയുന്ന അമലുമായിരുന്നു. അപ്പൊ ഈ 2 വ്യക്തികൾ കണക്ട് ചെയ്തുള്ള ആ ഒരു പരിധി വിട്ടുള്ള ചില സബ്ജക്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്തിനാണ് താങ്കൾ അത് പുറത്തേക്ക് വിട്ടത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നു? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ, സാധാരണക്കാരാണ് ഇവരുടെ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ഇവരുടെ പ്രേക്ഷക സമൂഹം. ഡിവോഴ്സ് ആണ് എന്നുള്ളൊരു പോസ്റ്റ് ഇടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാണ്, അതായിരിക്കുമോ കാര്യം? കാരണം ആ കോൾ റെക്കോർഡ്സ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ സംസാരിച്ച പെൺകുട്ടി പോയി കേസ് കൊടുത്തതും, ആ സംസാരിച്ച കാര്യങ്ങളല്ല, ആ പെൺകുട്ടിക്ക് കേസ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എങ്കിൽ പോലും സ്വന്തം ഭാര്യയ്ക്ക് എവിടെയോ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അതിലുണ്ടായിരുന്നു. അതെന്തിനാണ് റെക്കോർഡ്സ് പുറത്തുവിട്ടത്? നിങ്ങൾ പുറത്തു വിട്ടത് കൊണ്ടാണ് നമ്മൾ അത് കേട്ടതിന്റെ ഒരു എന്റെ ചിന്താഗതി പറയുകയാണെങ്കിൽ, ആ സംസാരത്തിലുടനീളം സുജിൻ നിതയെ ചേർത്ത് നിർത്തിയായിരുന്നു സംസാരിച്ചത്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ഭർത്താവിനെ ഞങ്ങൾക്ക് അവിടെ കണ്ടു. അപ്പൊ അത്രയും ചെയ്ത സുജിൻ എന്തുകൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുത്തു? അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്ക് നേരത്തെ അറിയാമോ സുജിനാണ് ഈ ഡിസിഷൻ എടുത്തതെന്ന്? അറിയത്തില്ല. പക്ഷെ ഈ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷന്റെ ഈ ഒരു പോസ്റ്റ് വന്ന ശേഷം ഞാൻ നിതയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു, കരഞ്ഞു. ഞാൻ എന്തിനാണ് എനിക്ക് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്തൊരു പെണ്ണിനെ ഓർത്ത് കരയുന്നത് എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. കാരണം അത്രയും വേദനാജനകമായിട്ടുള്ള സ്റ്റോറീസ് ഞാൻ കണ്ടു. ഈ ഒരു അധ്യായത്തിന് ഇവിടെ തിരശീല വീണു എന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സുജിൻ ആണ് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കണ്ണു നിറയും. അതുപോലെ എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഞാൻ ഈ ഒരു കാര്യത്തിൽ നിതയെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നു എന്ന് വെച്ച് സുജിൻ കുറ്റക്കാരനാണ് എന്നുള്ളതല്ല. സുജിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എങ്കിലും ചോദിക്കാനുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ആ കോൾ റെക്കോർഡിങ്സ് എന്തിനാണ് പബ്ലിക് ആക്കിയത്? ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നിതയെ ചേർത്ത് നിർത്തിയേ പലർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അന്ന് തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഭാര്യയെ കുറിച്ചുള്ള ഈ സംഭാഷണങ്ങൾ നിങ്ങൾ എന്തിനു പബ്ലിക് ആക്കി? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചിന്ത പോകും, ഒഴിവാക്കാനായിരുന്നോ പ്ലാൻ എന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല, കാരണം സുജിൻ അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നഷ്ടങ്ങൾ എന്ത് എന്ന് വ്യക്തമായി അറിഞ്ഞൊരു വ്യക്തിയാണ്. 2 കുഞ്ഞുങ്ങളാണ്, അവർ തമ്മിൽ 1.5 വയസ്സിന്റെയോ മറ്റോ, 1.5 വയസ്സിൻ്റെ ഉണ്ടോ, മാക്സിമം 1 വയസ്സിൻ്റെ കണ്ട് വ്യത്യാസമേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അച്ഛൻ വേണം എന്നുള്ളത് മറ്റാരെക്കാട്ടിലും ആവശ്യവും അതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കേണ്ടത് സുജിനാണ്. കാരണം സുജിൻ ആ കുറവ് അറിഞ്ഞാണ് വളർന്നത്. അപ്പോ അന്ന് എന്തിനാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ, കോൾ റെക്കോർഡിങ്സ് പുറത്തുവിട്ടത്? ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിരുന്നുവെങ്കിൽ
സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ കുടുംബം തകർത്തതെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്കും അങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടും. കാരണം ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് 3-4 മാസമായിട്ടേ ഉള്ളൂ. ഉടനെ തന്നെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി എന്ന്, അതായത് നിങ്ങൾ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ ആ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ, ആ കോൾ റെക്കോർഡിംഗ് നിങ്ങൾ പുറത്തുവിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയത് നമ്മൾ കണ്ടു. നിതയുടെ ഫാമിലിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം സാധാരണക്കാർ, നിങ്ങളുടെ കാഴ്ചക്കാർക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യും. അതായിരിക്കും സംഭവം. അവിടെ നിത കുറ്റക്കാരിയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചോദ്യം വരാം. ഈ ഒരു സെപ്പറേഷൻ ന്യൂസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി എന്നൊരു പോസ്റ്റ് വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ സുജിൻ ഭാര്യയ്ക്ക് വേണ്ടി ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു നല്ല ഭർത്താവായിരുന്നു. പക്ഷേ സെപ്പറേറ്റ് ആയി എന്നുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ, ഞാനൊരു സാധാരണ പ്രേക്ഷകയാണ്, എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണത്. എന്തിനാണ് ആ ഒരു കോൾ റെക്കോർഡിങ് പുറത്തു വിട്ടത്? എന്തോരം വീഡിയോസ് ആയിരുന്നു രാത്രിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിക്കുന്നത്. അത് ഹൃദയമായിട്ട് അങ്ങനെ, അതായത് ഓപ്പണായിട്ട് പറയുകയായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? സെപ്പറേറ്റ് ആവണമെങ്കിൽ വളരെ കാമായിട്ട്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആൻഡ് ചോയ്സ് ആണ്. അതിലാരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. ഞങ്ങൾക്കിപ്പോഴും ചോദിക്കാൻ പറ്റില്ല, എന്തിനു സെപ്പറേറ്റ് ആയി? ആ പെൺകൊച്ച്, അതായത് അവളുടെ ജീവിത ശൈലിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു അമ്മയുണ്ട് നിങ്ങളുടെ ഒപ്പം, അതിനോടൊപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ചേർത്ത് നിർത്തേണ്ടത് സുജിനായതുകൊണ്ട് ഒരു പരിധി വിട്ട് സുജിന് ഈ ഫാമിലി ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റുകളോ വിട്ടുവീഴ്ചകളോ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കുറവല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുജിനെ ചേർത്ത് നിർത്തി സംസാരിക്കാൻ പറ്റത്തുള്ളൂ, നിതയും ചേർത്ത് നിർത്തി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൾ റെക്കോർഡിങ്, അതിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പുറത്തേക്ക് വിടണ്ടായിരുന്നു. അത് പുറത്തേക്ക് വിട്ടത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ വിട്ടതിലും കുഴപ്പമില്ല, നമുക്ക് ചോദിക്കാൻ. പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആകരുതായിരുന്നു, അല്ലേ? അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ നിൽക്കണമായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുജിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള വല്ല പോയിന്റ്സും ഉണ്ടാവാം, നിതയ്ക്കും അത്രത്തോളം ഉണ്ടാകാം. പക്ഷെ ആ കോൾ റെക്കോർഡിങ്സ് അത് വളരെ ബാഡ് ആയിട്ടുള്ളൊരു ഇമേജിലേക്കും, നിങ്ങൾ സെപ്പറേറ്റ് ആയി എന്നൊരു പോസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടാനും ഇടയാവും. അന്നത്തെ ആ ഒരു കോൾ റെക്കോർഡിംഗ് പുറത്ത് വന്നില്ലായിരുന്നു എങ്കിൽ, ഈ ഹൈ റേഞ്ച് ഫാമിലിയിലെ അമലുമായിട്ടുള്ള കോൾ റെക്കോർഡിംഗ് പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നൊരു പോസ്റ്റ് കാണുമ്പോൾ നമുക്കൊന്നും ഗസ് ചെയ്യാൻ പോലും പറ്റില്ല അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. കാരണം ലൈഫ് സ്റ്റൈൽ തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്, വളർന്നു വന്ന സാഹചര്യങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല, വേർപിരിഞ്ഞു. അത്രമാത്രമേ ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവത്തിൽ പല നെഗറ്റീവ് കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടേണ്ടി വരുന്നതും പലതും അസ്യൂം ചെയ്ത് പറയുന്നതിൻ്റെയും കാര്യം നിങ്ങൾ അന്ന് പുറത്തുവിട്ട ആ ഒരു കോൾ റെക്കോർഡിങ് മാത്രമാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കും എന്ന് വിചാരിക്കുന്നു. വളരെ വേദനയുണ്ട് ഈ കപ്പിൾസ് വേർപിരിഞ്ഞത്. സോഷ്യൽ മീഡിയ കാരണമാണ് നിങ്ങൾ വേർപിരിഞ്ഞതെങ്കിൽ, അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആകാനുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയ ആയിരുന്നുവെങ്കിൽ, ആ സോഷ്യൽ മീഡിയ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ മതിയായിരുന്നു എന്ന് ജഡ്ജ് ചെയ്യല്ല, അത് വിട്ടാൽ പോരായിരുന്നോ? കാരണം സുജിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന്, അതായത് യൂട്യൂബിലൊന്നും അധികം വ്ളോഗ്സ് ഒന്നും ഇടാറില്ല പുള്ളി. അതായത് യൂട്യൂബ് പുള്ളിക്ക് വളരാനുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് കണ്ടത്. അതിലൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് കേട്ടോ. അതിൽ നിന്ന് പുള്ളിക്ക് ഒരു നിൽക്കാൻ പറ്റുമെന്നൊരു സ്റ്റേജ് ആയപ്പോൾ പുള്ളി ഇപ്പോൾ അധ്വാനിച്ച്, പുള്ളി സ്ട്രഗിൾ ചെയ്ത് ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് പുള്ളി ജീവിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ കാരണമാണ് നിങ്ങൾ പിരിഞ്ഞതെങ്കിൽ ആ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുന്നതായിരുന്നില്ലേ നല്ലത്? ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബജീവിതം കുഞ്ഞുനാൾ മുതലേ നിങ്ങളുടെ സ്വപ്നം തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ ഒരു പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യും, ഈ വന്ന കാലത്ത് നിന്നൊന്നും പറയുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കും. പക്ഷെ സെപ്പറേഷൻ ഒരു വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിറകിൽ എവിടെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു തൻ്റെ ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടുപേരോടും സ്നേഹവും ബഹുമാനവും മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും പിരിയേണ്ട ആളുകളായിരുന്നില്ല. അത്രയും സാധാരണക്കാരുടെ ഇടയിൽ ഒരുപാട് സ്വാധീനിച്ചു. എങ്ങനെ സ്വാധീനിച്ചു, എന്ത് സ്വാധീനിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ആ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമ്പോൾ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരിക്കലും പിരിയേണ്ടവരായിരുന്നില്ല എന്ന് പൊതുജനാഭിപ്രായം. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആ കോൾ റെക്കോർഡിംഗ് പുറത്തേക്ക് വിടണ്ടായിരുന്നു.